നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെയാണ്. തുറവൂര് മുതൽ ഒറ്റപ്പുന്ന അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള ആറുവരി പാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു 2-2.5 മാസമായിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ ചെയ്തത് 31/10/2025 അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴാണ് വരുന്നത് 9/1/2026 ഫ്രൈഡേ 8 മണി കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അരൂർ ഭാഗത്തോട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 വരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് മാർച്ച് മാസത്തോടുകൂടി ഓപ്പൺ ആക്കുമെന്നൊക്കെയാണ് വാർത്തകളിൽ പറയുന്നത്. പക്ഷേ പല വാർത്തകളും അവസാനം നീണ്ട് പോയിട്ടുണ്ട് ഡേറ്റ്. അപ്പോൾ കാത്തിരിക്കാം. നമ്മളിപ്പം തുറവൂര് ഭാഗത്തു നിന്ന് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി ഈ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകൾ ഇനി തുടങ്ങാനുണ്ട്. അപ്പം കുറച്ചും കൂടെ നീളത്തിലായിട്ട് തന്നെ കുറച്ചും കൂടെ പൈലിംഗ് വർക്കുകൾ കാണും. അപ്പോൾ വലത്തേ സൈഡിലായിട്ട് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടത്തേ സൈഡിലുമായിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അവരിപ്പം മണ്ണ് കൊണ്ടുവന്നിട്ട് അവിടെ GSB കൊണ്ടുവന്നിട്ട് നികത്തുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ വരുമ്പോഴാണ് പിന്നെ മുമ്പോട്ട് KCC ബിൽക്കോണിൻ്റെ കരാർ തുടങ്ങുന്നത്. അപ്പോൾ KCC ബിൽക്കോൺ ആലപ്പുഴ ജില്ലയിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ആലപ്പുഴ ജില്ലയിലെ എക്സ്റേ ജംഗ്ഷൻ മുതൽ ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള കാഴ്ചകൾ കാണിച്ചപ്പം ഒരാഴ്ച കഴിഞ്ഞേച്ച് പിന്നെ ഒരുപാട് വർക്കുകൾ നടന്നു കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഇതിൻ്റെ പുറകിന് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ തുറവൂര് കഴിഞ്ഞതാണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് താണ്ട് ഈ ഒരു സ്ഥലത്തായിട്ടാണ് ആദ്യത്തെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കുറേ കൂടി റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണിയൊക്കെ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 വരി പാതയിൽ അവിടെ ഇപ്പം ഫ്രിക്ഷൻ സ്ലാബാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള ഫ്രിക്ഷൻ സ്ലാബൊക്കെ വെച്ച് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ കൂട്ടി വെച്ചിരിക്കുന്നത്. നമ്മളിനി നേരെ വരുന്നത് പത്മാക്ഷി കവലയിലോട്ടാണ് വരുന്നത്. തുറവൂര് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പിന്നെ പത്മാക്ഷി കവലയിലാണ് അടുത്ത അണ്ടർപാസ് ഉള്ളത്. അപ്പം ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് നമുക്കിപ്പം വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, തിരുവനന്തപുരത്തെ അപ്ഡേറ്റ് ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം തിരുവനന്തപുരത്തെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്നവർ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ചിലപ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പം വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളവിടെ പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ ഒരുപാട് പേര് തിരുവനന്തപുരത്തെ കാഴ്ചകൾ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ആറുവരി പാതയുടെ പണി എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പോയി എന്തുമായാലും ഒന്ന് നോക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് ഈ ഒരു വീഡിയോ എടുത്ത ദിവസം ഈ ഒരു വീഡിയോ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ അപ്ഡേഷൻ ഉണ്ട്. നമ്മുടെ അടുത്ത 2 വീഡിയോ ഇനി വാല വരാൻ പോകുന്നത് ഈ ഒരു റീച്ചിലേ ആയിരിക്കും. മുമ്പോട്ട് എക്സ്റേ ജംഗ്ഷൻ മുതലൊക്കെയുള്ള വീഡിയോ, ആലപ്പുഴ ബൈപ്പാസ് വരെയുള്ള വീഡിയോ വരുന്നുണ്ട്. അത് കഴിഞ്ഞേച്ച് നമ്മൾ ഒറ്റപ്പുന്ന കഴിഞ്ഞേച്ച് പിന്നെ എക്സ്റേ ജംഗ്ഷൻ വരെയുള്ള ചേർത്തല ബൈപ്പാസിൻ്റെയൊക്കെ വീഡിയോ അതിന് മുമ്പും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മുമ്പോട്ട് പത്മാക്ഷി കവല എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ 2ാമത്തെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മസ്ജിദിൻ്റെ ഭാഗത്തായിട്ടാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ആ സ്റ്റെപ്പൊക്കെ വരുന്ന ഭാഗത്തേക്ക് പണി കുറച്ചൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നേരെ പിന്നെ നമ്മൾ മുമ്പോട്ട് വരികയാണ്. ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിടത്തായിട്ടുണ്ട്. പിന്നെ നമ്മൾ പത്മാക്ഷി കവല വരുന്നിടത്തായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ചെറിയ ആര്യവാൾ ബ്ലോക്ക് വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊട്ടിയം മൈലക്കാട് ഭാഗത്തായിട്ട് തന്നെ ആര്യവാൾ ബ്ലോക്ക് വെച്ചത് മറിഞ്ഞെല്ലാം കൂടെ വീണതിന് ശേഷം ഇപ്പം എല്ലായിടത്തും ഇപ്പം വർക്കിൻ്റെ ഒരു സ്പീഡ് അത്യാവശ്യം ഒന്ന് മങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ പണി നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ചും കൂടെ പണി എനിക്ക് തോന്നിക്കുന്നത് നമ്മുടെ ഈ വിശ്വസമുദ്രയേക്കായി കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇപ്പം KCC ബിൽക്കോണിൻ്റെ പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ പത്മാക്ഷി കവല കഴിഞ്ഞേച്ച് പൊന്നാമ്പേളി ഭാഗത്തോട്ട് വരുമ്പം വലത്തേ സൈഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ പഴയ റോഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴയ റോഡും പഴയ പാലത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന ടാറിങ്ങും എല്ലാം കുത്തിപ്പൊളിച്ച് കളഞ്ഞിട്ട് ഇടത്തേ സൈഡിലായിട്ട് പുതിയതായിട്ട് നിർമ്മിച്ച പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് വാഹനങ്ങളിപ്പം
അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പൊന്നാംവേളി ഭാഗത്തായിട്ടാണുള്ളത്. സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ഇപ്പം വലത്തേ സൈഡിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടത്തേ സൈഡിൽ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ നടുക്ക് ഭാഗത്തായിട്ടുള്ള മീഡിയം വരുന്ന ഭാഗത്തായിട്ടുള്ള ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. നേരെ മുമ്പോട്ട് വരുമ്പോൾ വലത്തേ സൈഡിൽ ഇവിടെയും സർവീസ് റോഡിൻ്റെ ഈ പെട്രോൾ പമ്പൊക്കെ വരുന്ന ഭാഗത്തേക്ക് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കാനുണ്ട്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പണികളൊക്കെ പുരോഗമിക്കാനുണ്ട്. അത്യാവശ്യം ഏകദേശം രൂപത്തിലായി കിടക്കുകയാണ്. ഇനി കുറച്ചുകൂടെ ചൂടൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്ന ഏരിയ തന്നെ ഏകദേശമൊക്കെ പണി കഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മളിനി നേരെ പൊന്നാംവേളി കഴിഞ്ഞ് പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂൾ വരുന്ന ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലത്തേ സൈഡിൽ ഇവിടെ ഇനിയും പുരോഗമിക്കാനുള്ളത് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട്. ഈ ഒരു ഏരിയയിൽ നമ്മൾ മുമ്പ് വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. വേറെ വലിയ പണികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല. പിന്നെ ഈ അണ്ടർപാസ് വരുന്ന സ്ഥലത്തും പിന്നെ പാലങ്ങൾ വരുന്ന സ്ഥലത്തുമൊക്കെയാണ് കുറച്ച് പണി പുരോഗമിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ ഈ ഒറ്റപ്പുന്ന കഴിഞ്ഞേച്ച് പിന്നെ എക്സ്റേ ജംഗ്ഷൻ വരുന്ന ഭാഗത്തേക്ക് കുറച്ച് പണികൾ പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ ചേർത്തല എക്സ്റേ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ആലപ്പുഴ ബൈപ്പാസിലോട്ട് പോകുന്ന വഴിക്കാണ് കൂടുതൽ പണി നടന്നിരിക്കുന്നത്. നമ്മളിപ്പം ഈ ഒരു പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയ റോഡൊക്കെ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കുറേ കൊണ്ടുവന്ന് റോഡ് ക്രഷ് ചെയ്തിട്ടുള്ള ആ ഒരു മണ്ണാണ് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് അടിച്ചിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. വീഡിയോ കാണുവാണെങ്കിൽ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. ഞാനത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ഹൈറ്റിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പം വയലാർ കവല കഴിഞ്ഞ് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പുതിയകാവ് ക്ഷേത്രം വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. നേരെ വലത്തേ സൈഡിലുള്ള ഹിന്ദുസ്ഥാൻ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ നമുക്കൊരു എൻട്രി എക്സിറ്റ് പോയിൻറ്റിൻ്റെയൊക്കെ ഈ ഒരു ഭാഗത്ത് ഗ്യാപ്പൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അത്യാവശ്യം ഈ ഒരു ഏരിയയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മളിപ്പം ഇവിടുത്തെ പണികൾ ഓരോ ഏരിയയിലെയും പണി നടക്കുന്ന ഭാഗത്തെ കാഴ്ചകൾ മാത്രം കാണിച്ചു കഴിഞ്ഞാൽ പലർക്കും കിളി പോകും. ഞാൻ കുറച്ച് വീഡിയോസിന് മുമ്പ് ഞാൻ ചേർത്തലയിലെ വീഡിയോ ചെയ്തപ്പം ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോയതാണ്. അതുകൊണ്ടാണ് പണി ഏകദേശമൊക്കെ കുറച്ച് ഫിനിഷായി കിടക്കുന്ന ഭാഗം കഴിഞ്ഞാലും നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്യുന്ന ആ ഒരു കാരണം കൊണ്ടാണ് മൊത്തത്തിൽ അങ്ങ് എടുത്തു പോവുകയാണ്. നമ്മളിപ്പം പുതിയകാവ് ക്ഷേത്രം വരുന്ന ഭാഗം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇടത്തെ സൈഡിലൊക്കെ പുതിയതായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു കുഴിയൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തൂടെയൊക്കെ സ്പീഡിൽ വരാൻ നേരത്ത് ശ്രദ്ധിച്ച് പോകാൻ ശ്രമിക്കുക. നേരെ മുമ്പോട്ട് പോവുക. നമുക്കിപ്പോൾ മീഡിയം വരുന്ന ഭാഗത്തേക്ക് ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട്. നേരെ ഇനി വരുന്നത് ബിഷപ്പ് മോർ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് പിന്നൊരു നമുക്കിപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെയാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയുള്ള മാറ്റങ്ങളാണെന്ന് തോന്നുന്നു. കുറച്ച് സാധനങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും സർവീസ് റോഡിൻ്റെ ആ രണ്ട് എൻഡിലുമായിട്ട് അരികിലായിട്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിനി നേരെ സ്കൂൾ കഴിഞ്ഞേച്ച് വരുന്ന അടുത്ത അണ്ടർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കിക്കവല അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ബ്രിഡ്ജിൻ്റെയൊക്കെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കായിട്ടൊരു ഗ്യാപ്പ് ഉള്ളത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പഴയ പാലം വരുന്ന ഭാഗം പൊളിച്ചു മാറ്റിയിട്ട് അവിടെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അപ്പം ഇവിടെ ഇനി ഈ ഗ്യാപ്പ് വരുന്ന ഭാഗത്തായിട്ട് ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. നമ്മൾ തങ്കിക്കവലയിലെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ വലത്തേ സൈഡിലായിട്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഇടത്തേ സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങൾ ഇവിടെ ഇപ്പം പഴയ റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് പോകുന്ന ഭാഗത്ത് രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കുണ്ടായിരുന്ന നമ്മുടെ പഴയ 4 വരി പാത ഇവിടെ ഇപ്പം പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം പുരോഗമിച്ചിട്ടുള്ളത്. മാത്രമല്ല പൊളിച്ച് മാറ്റിയ ഭാഗത്തായിട്ട് കുറച്ച് ഇടത്തെ സൈഡിലായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. വലത്തേ സൈഡിലായിട്ട് GSB ഒക്കെ ഇട്ട് മെറ്റിലൊക്കെ ഇട്ട് ടാറിങ്ങിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. നമ്മളിനി നേരെ മുമ്പോട്ട് നേരെ ഒറ്റപ്പുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്.
അപ്പോൾ നേരെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെയും അത്യാവശ്യം പണികൾ പുരോഗമിച്ചിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലത്തേ സൈഡിൽ പുരോഗമിച്ച് ഇപ്പം വലത്തേ സൈഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കുണ്ടായിരുന്ന പഴയ റോഡ് ഈ ഒരു ഭാഗത്ത് നിന്ന് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ആറിവാൾ ബ്ലോക്ക്, ചെറിയ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഒറ്റപ്പുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. വലത്തേ സൈഡിൽ ഇവിടെയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികളൊക്കെ കുറച്ച് കൂടി പുരോഗമിച്ചിട്ടുണ്ട്. അങ്ങനെ നേരെ മുമ്പോട്ട് നമ്മളിങ്ങി ഒറ്റപ്പുന്ന അണ്ടർപാസ് കഴിഞ്ഞ് ചേർത്തല ബൈപ്പാസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇത് കഴിഞ്ഞ് ചെക്സറ ജംഗ്ഷൻ വരെയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി ഞാനും കാത്തിരിക്കാം.